ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പാവൽ ചെയ്യുന്ന തോട്ടമാണ്. ഇവിടെ ഏകദേശം 250 ചുവട് പാവലാണ് നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഗ്യാപ്പിൽ നമ്മൾ മുളകാണ് നടുന്നത്, മുളകും ചീരയുമാണ് നടുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 250 ചുവട് പാവൽ നിൽക്കുന്ന അതേ സ്പേസിൽ തന്നെ ഏതാണ്ട് 250 ചുവട് മുളകും ഏതാണ്ട് 500 ചുവട് ചീരയും നമുക്ക് നടാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ചെയ്യുന്നത് ഓപ്പൺ പ്രസിഡന്റ് ഫാമിംഗ് എന്ന് പറയുന്ന മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇതിന് അടിവളമായിട്ട് നമ്മളുടെ കമ്പോസ്റ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഡ്രിപ്പ് ടൈപ്പ് ഇട്ട് മൾച്ചിങ് ഷീറ്റ് വിരിച്ച് ഇതുപോലെ ഹോൾ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ പ്ലോട്ടുകളും തന്നെ ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ മുളക് നട്ടിരിക്കുകയാണ്. സെറ ഇനത്തിൽപ്പെട്ട മുളകാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ എപ്പോഴും കൃഷി ചെയ്യുമ്പോൾ സെറയാണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന തൈകളാണിത്. സെറ ഏതാണ്ട് ഈ ഒരു 4 ഇല പരുവത്തിലാണ് നമ്മൾ പറിച്ചു വെക്കുന്നത്. അപ്പോൾ നല്ല കരുത്തുള്ള തൈകളായിരിക്കും. ആ തൈകളാണ് നമ്മൾ നടീലിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലോട്ടിലെ നടീൽ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള മാഡമാണ് ചെയ്യുന്നത്. അതോടുകൂടി തന്നെ ഏതാണ്ട് 30-ലധികം ആൾക്കാരാണ് നമ്മുടെ ഈ നടീലിൽ പങ്കെടുത്തത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്ലോട്ടുകളിലും മൾട്ടി ക്രോപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. മൾട്ടി ക്രോപ്പിംഗ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് മാക്സിമം ആദായം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് കർഷകർക്ക് നമുക്ക് ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പാലി എന്ന് പറയുന്ന ഒരു പാവൽ ഇനവും മായ എന്ന് പറയുന്ന ഒരു ഇനമാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. കൂടെ നാടൻ വിത്തിനമായിട്ടുള്ള പ്രിയങ്കയും കൂടെ നമ്മൾ ഈ ഒരു ക്രോപ്പിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൃഷിയിടം നമ്മൾക്ക് പരിപാലിക്കുന്നത് ഷംലയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.